70-ലേറെ ആളുകളെ ഈ ഒരൊറ്റ ഡയലോഗിലൂടെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അവരുടെ ഇബാദത്തുകളൊക്കെ ബാത്തിലാക്കി ഇപ്പോൾ അവർ ഹറാം ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന്. ഫഅൻതി മുതല്ലഖത്തുൻ, ഞാൻ ചെയ്യുന്ന സമയത്ത് അതേ ഇബാദത്ത് ലോകത്തിൻ്റെ ഒരു കോണിലും ഒരാളും ചെയ്യാൻ പാടില്ല. എല്ലാ ഹറാമായ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ഹലാലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അനന്തമായി കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന കടലിലേക്ക് കണ്ണും നട്ടിരിക്കാനും അതിൻ്റെ തിരമാലകളെയും അതിലൂടെ സഞ്ചരിക്കുന്ന യാത്രികരെയുമൊക്കെ കണ്ട് ആനന്ദിക്കാനും വലിയ ഉത്സാഹമാണ്, വളരെയധികം ജിജ്ഞാസയുമാണ് നമുക്കെല്ലാം. ആ കടലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പലപ്പോഴും ആ കടലിൻ്റെ ആഴിയിലേക്കൊന്ന് സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കടൽപ്പരപ്പിലേക്ക് കിലോമീറ്റർ കണക്കിന് ഉള്ളിലേക്ക് മധ്യഭാഗത്തേക്ക് സഞ്ചരിക്കാനായിരുന്നെങ്കിൽ എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും, പലരും സഞ്ചരിച്ചിട്ടുമുണ്ടാകും. ഈ കടൽ യാത്രക്ക് കപ്പലില്ലാതെ എത്ര വരെ നമുക്ക് പോകാൻ പറ്റും? വളരെ പരിമിതമായ സ്ഥലമാണല്ലേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കപ്പലില്ലെങ്കിൽ വളരെയധികം അപകടങ്ങളാണ്, ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ കടൽ യാത്ര എന്ന് പറയുന്നത് ആസ്വദിക്കണമെങ്കിലും യാത്ര ചെയ്യണമെങ്കിലും തീർച്ചയായും കപ്പൽ നിർബന്ധമാണ്. മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ മഅ്ബരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, വശരീഅത്തുൻ കസഫീനത്തിൻ വത്വരീഖത്തുൻ കൽബഹ്രി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ ഗുലാം. നമ്മൾ ത്വരീഖത്ത് പറയുന്നത് അനന്തമായ ഒരു സാഗരമാണ്. അതിലേക്ക് പ്രവേശിക്കുന്നവന് ശരീഅത്ത് എന്ന് പറയുന്ന ഒരു കപ്പൽ ആവശ്യമാണ്. മതനിയമങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച ഒരു വ്യക്തിക്ക് ശരീഅത്ത് എന്ന് പറയുന്ന കേടില്ലാത്ത ഇന്ധനം നിറച്ച നല്ല ഒരു കപ്പൽ കൈവശമുണ്ടെങ്കിൽ കടലിൻ്റെ ആഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് അതിൽ നിന്ന് മുത്തുകൾ, ഹഖീഖത്ത് എന്ന് പറയുന്ന രത്നങ്ങളെ, മുത്തുകളെ പെറുക്കിയെടുക്കാൻ സാധിക്കും. ദീനിനെക്കുറിച്ചും ദീനിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ചും അതിൻ്റെ വിശദമായ രീതിയിലുള്ള പഠനം നാം സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കടലിൽ മുങ്ങാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ തന്നെയും ശത്രുക്കൾ, ഇബ്ലീസ് എന്ന് പറയുന്ന കൊള്ളത്തലവൻ്റെ നേതൃത്വത്തിൽ ധാരാളം കൊള്ള സംഘങ്ങൾ നമ്മുടെ പിന്നാലെ സഞ്ചരിക്കും. തീർച്ചയായും പിഴപ്പിക്കാനുള്ള ഓരോ പഴുതുകളും അന്വേഷിച്ച് അവർ എപ്പോഴും കൂടെയുണ്ടാകും. തീർച്ചയായും പിശാചിന് ഏറ്റവും കൂടുതൽ പിഴപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അറിവുള്ളവരെയാണ്. ത്വരീഖത്തും ദിക്റും മശായിഖന്മാരുമായി നടക്കുന്നവരെ അല്ല. ഒരൊറ്റ ആലിം, ഒരൊറ്റ പണ്ഡിതൻ, അറിവ് പഠിച്ച തികഞ്ഞ ജ്ഞാനിയായ, നല്ല ഇൽമുള്ള, വറഉള്ള, നല്ല അഗാധജ്ഞാനമുള്ള, ഹലാലും ഹറാമും കറാഹത്തും സുന്നത്തും വാജിബുമൊക്കെ വേർതിരിച്ചറിയുന്നതോടൊപ്പം അതിൻ്റെ ശാഖകളിലേക്കും ഉപശാഖകളിലേക്കും ഇറങ്ങിച്ചെന്ന് വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയ, നല്ല ചിന്തിച്ച് പഠിച്ച ഒരു വ്യക്തി, അറിവുള്ളവൻ, ആലിം, അശദ്ദു അലശ്ശൈത്വാനി മിൻ അൽഫി ആബിദിൻ, ആരാധനകൾ ചെയ്ത് ഷെയ്ഖും ത്വരീഖത്തും ദിക്റും ഔറാദുമായി നടക്കുന്ന 1000 ആളുകളെ പിഴപ്പിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമാണ് ആലിം ഒരാളെ പിഴപ്പിക്കാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ 33 വർഷക്കാലം നീണ്ട അറിവന്വേഷണ യാത്ര നടത്തിയിട്ട്, അറിവ് സ്വായത്തമാക്കിയിട്ട് അവിടുന്ന് ത്വരീഖത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പിശാച് ശല്യം ചെയ്ത ശല്യങ്ങളെക്കുറിച്ച് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ പറയാണ്, ചക്രവാളങ്ങളെ മൂടുന്ന രീതിയിലുള്ള ആകാശഗംഗയിൽ മുഴുവനായും പരന്നു കിടക്കുന്ന ഒരു പ്രകാശം ഒരിക്കൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്നൊരു രൂപം പുറത്തേക്ക് വന്നു. എന്നിട്ടത് പറയാണ്, യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറെ, അന റബ്ബുക്ക്, ഞാൻ നിൻ്റെ റബ്ബാണ്. ഖദ് ഹല്ലൽത തിൽക്കൽ മുഹറമാത്ത്, എല്ലാ ഹറാമായ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ഹലാലാണ്.
നിങ്ങളിതുവരെ നന്നായി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും നന്നായി അമലുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് കേട്ട ഉടനെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഇഖ്സ യാ ലഈൻ, ശപിക്കപ്പെട്ടവനെ പോ എന്ന് പറഞ്ഞ് അട്ടിയോടിച്ചു. മഹാനവറുകൾക്ക് അത് പിശാചാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അവിടുത്തെ അറിവ് അത് മഹാനവറുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ആ പ്രത്യക്ഷപ്പെട്ട വെളിച്ചം ഇരുട്ടാവുകയും ആ രൂപം ഒരു പുകയാവുകയും ചെയ്ത് അപ്രത്യക്ഷമാകുന്ന വഴിയിൽ ആ രൂപത്തിൽ നിന്നൊരു ശബ്ദം വന്നു. യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറെ നജൗത മിന്നി, നീ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം ബി ഇൽമിക ബി അംരി റബ്ബിക്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് എല്ലാം വിശദമായി നീ പഠിച്ചത് കാരണം, അതോടൊപ്പം വഫിഖ്ഹിക ബി അഹ്വാലി മനാസിലതിക്, നീ സഞ്ചരിക്കുന്ന നിൻ്റെ റൂട്ട്, നിൻ്റെ ത്വരീഖത്ത്, നിൻ്റെ വഴി, അതിൽ അകപ്പെടാൻ സാധ്യതയുള്ള എല്ലാ പൈശാചിക പ്രേരണകളെക്കുറിച്ചും പൈശാചിക ചിന്തകളെക്കുറിച്ചും പിശാചിൻ്റെ എല്ലാ ദുർബോധനങ്ങളെക്കുറിച്ചും വിശദമായി പഠിച്ചത് കാരണമാണ്. എന്നിട്ട് പിശാച് അവസാനം പറയുന്നത്, താങ്കളെപ്പോലെ ധാരാളം ദിക്റ് ചൊല്ലുകയും നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന 70-ലേറെ ആളുകളെ ഈ ഒരൊറ്റ ഡയലോഗിലൂടെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അവരുടെ ഇബാദത്തുകളൊക്കെ ബാത്തിലാക്കി ഇപ്പോൾ അവർ ഹറാം ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന്. ഇബിലീസിൻ്റെ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായ കാരണം, ആ പ്രത്യക്ഷപ്പെട്ടത് ഇബിലീസാണെന്ന് തിരിച്ചറിയാനുണ്ടായ കാരണം, അതൊക്കെ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അറിവ് കൊണ്ടും അഗാധ ജ്ഞാനം കൊണ്ടും മാത്രമാണെന്ന് ഇബിലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ത്വബഖാത്തിൽ ഈ സംഭവം വിവരിക്കുന്നത് കാണാം. ഇബിലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബിലീസ് ചാച്ചിക്കിടത്തി അയച്ചോവർ. മുഹീദ്ദീൻ മാലയിൽ കാണാം. ഈ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ വരി മഹാനവറുകൾ എഴുതിയിട്ടുള്ളത്. ഫിഖ്ഹ്, തസവുഫ്, തജ്വീദ് അങ്ങനെ തുടങ്ങിയിട്ട് 9-ലേറെ ഫന്നുകളിൽ, 9-ലേറെ വിജ്ഞാന ശാഖകളിൽ അഗാധജ്ഞാനം, ചെറിയ പ്രാഥമിക അറിവല്ല, അതിലുള്ള വിശദമായ അറിവ് മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് ഒരു ത്വലാഖിൻ്റെ വിഷയം വന്നത് ബഗ്ദാദിലെ മുഴുവൻ പണ്ഡിതന്മാരും കൈയൊഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവസാനം അതിനൊരു പരിഹാരമില്ല എന്ന് പറഞ്ഞ ആ സംഭവം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലെത്തി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ വന്ന് പറയാണ്, ഓ ഷെയ്ഖ് അവറുകളെ, എനിക്കെൻ്റെ ഭാര്യയെ വല്ലാത്ത ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും വളരെ സ്നേഹത്തിലാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ തല്ലുകൂടാറുണ്ട്, പിണങ്ങാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും പിണങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു ശപഥം ചെയ്തു, ഈ ലോകത്ത് ഒരു ഇബാദത്ത് ഞാൻ തനിച്ച് ചെയ്യണം, അതുവരെ നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ്. ഫഅൻതി മുതല്ലഖത്തുൻ. ഞാൻ ചെയ്യുന്ന സമയത്ത് അതേ ഇബാദത്ത് ലോകത്തിൻ്റെ ഒരു കോണിലും ഒരാളും ചെയ്യാൻ പാടില്ല. ഇയാൾ ദേഷ്യമൊക്കെ പോയി ശാന്തമായതിനു ശേഷം കുറേ ആലോചിച്ചു, എന്ത് ചെയ്യും? ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകൾ നിസ്കരിക്കുന്നുണ്ടാകും, എനിക്കറിയില്ല. എൻ്റെ നാട്ടിൽ തന്നെ പല ആളുകളും നിസ്കരിക്കുന്നുണ്ടാകും. നോമ്പെടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം പല ആളുകൾക്കും നോമ്പുണ്ടാകും. സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ആ സമയം തന്നെ പല ആളുകളും സ്വതക്ക കൊടുക്കുന്നുണ്ടാകും. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരാളും ചെയ്യാത്ത ഒരു അമൽ ആ ഒരു സെക്കൻഡിൽ ഞാൻ ചെയ്യണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കഅബയുടെ പരിസരത്തേക്ക് പോകണം, കഅബയുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആളുകളെ മാറ്റണം. എന്നിട്ട് ആരും ചെയ്യാത്ത സമയത്ത്
നിങ്ങളൊരു ത്വവാഫ് ചെയ്യണം. ത്വവാഫ് എന്ന് പറയുന്നത് ഇബാദത്താണ്. ആ ഇബാദത്ത് സംഭവിക്കണമെങ്കിൽ കഅബയുടെ പരിസരത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അവിടെ വേറെ ആരും ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയാണ് അത് നിങ്ങൾ മാത്രമായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഈ ത്വലാഖ് മാറ്റിയെടുക്കാൻ സാധിക്കും. എത്രയെത്ര ആളുകളാണ് പിശാച് വന്ന് അള്ളാഹുവാണെന്നും മലക്കാണെന്നും സൂഫിയാണെന്നും ഷെയ്ഖാണെന്നും ഒക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവർ. സ്വപ്നത്തിൽ വന്ന് പല കാര്യങ്ങളും ബോധിപ്പിക്കും, പല കാര്യങ്ങളും പറയും, നന്മയാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് പറയും. ഷെയ്ഖ് ഇന്നലെ എൻ്റെ അടുത്ത് ഹാദിറായി എന്ന് പറഞ്ഞ് നമ്മൾ കൊട്ടിഘോഷിക്കും. കള്ള ഷെയ്ഖുമാരാണെങ്കിൽ അവരുടെ അടുത്ത് പോയി പറയുമ്പോൾ അവരതിലേറെ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കും. നമ്മൾ പെട്ടുപോകും. അവരോ പിശാചിൻ്റെ അടിമകളായിട്ടുണ്ടാകും, നമ്മളും പിശാചിൻ്റെ അടിമകളാകും. ത്വരീഖത്ത് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. വളരെയധികം സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ ഒരു സംഭവമാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മശായിഖന്മാരുടെ തണലിലായി, ഉസ്താദുമാരുടെ തണലിലായി, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുടെ തണലിലായി അവൻ്റെ നേർപാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.